ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളന്നേരം ഇന്നൊരു ട്രിപ്പുമാണ്, ചെറിയൊരു ട്രിപ്പുമാണ്. ആ കൂട്ടത്തിൽ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പയ്യനുണ്ട്, പിന്നെ ഒരുത്തൻ തണ്ട് അവിടെ തെക്കേ മൂലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. കാണാവോന്നറിയില്ല. ആ കാണാം, 32 ആയിരിക്കാം. 32 അടി ഗൈസ്. അതിൻ്റെ സൈഡിൽ ഇല്ലേ? ഇല്ല, നീ 32 അടി ഫ്രണ്ട്. നമ്മൾ രാവിലെ തന്നെ വണ്ടിക്ക് കാറ്റടിക്കുവാണേ, കാറ്റില്ലോട്ടും. നമ്മളിപ്പോൾ വരാറ്റുമേടിനുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഒരുത്തനെയാണെ ബൈക്കും കൊടുത്ത് കയറ്റി വിട്ടതാ, അവൻ്റെ ഇപ്പോൾ പൊടി പോലും ഇല്ല. സ്റ്റക്കായി. ഓഫ് റോഡ് വണ്ടിയാണെന്നുണ്ടാണോ ചക്കൻ എടുത്തിട്ട് പോയി. JCB ഈ പോകുന്ന വഴി മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. പയ്യൻ അവിടെ പുതിയ വണ്ടി താഴെ ചള്ളയൊന്നും പറ്റാതെ എടുത്തു വെച്ചിട്ടുണ്ടേ. ദാണ്ട് നിൽക്കുന്ന ചില്ലറ സോക്കേടൊന്നും അല്ല. 100 രൂപയുടെ പെട്രോളും അടിച്ചിട്ട് 200 രൂപയുടെ പെട്രോളും കളഞ്ഞു, ടയറും കളഞ്ഞു. പായല തെന്നിപ്പോയാൽ അങ്ങ് താഴെ കിടക്കും. അപ്പൊ ഞാൻ എടുക്കും, വണ്ടി അങ്ങ് ഉരുട്ടേക്ക് വിടും. എങ്കിൽ ഇവനെ ഞാൻ പുറകെ ചവിട്ടി വിടും. ഞാൻ അവൻ്റെ പുറകെ കയറിക്കാണ്. നമ്മള് വരാറ്റുമേടിനുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ഒലിക്കുന്നടാ. ജീപ്പ് വരുന്നുണ്ട്, ഞാൻ കേറിപ്പോ വരുന്നുണ്ടോ? എടാ ഈ ലാൻഡിങ്ങിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ജെറോണ നീ അവിടെ നിന്നു. അവിടെ ജീപ്പ് ഇങ്ങോട്ടാ. വരുന്നുണ്ടോ? മണ്ടയിലോട്ട് കയറാ. ജീപ്പിന് ലിഫ്റ്റ്. എടാ അത് കയറ്റത്തില്ലടാ, ഇതിന്റെ മണ്ട കയറിയിട്ട് കയറ്റത്തില്ല. ആണോ? ആ സാധനം കേറി വരുന്ന കണ്ടോ? എൻ്റെ അമ്മോ, ഇതെങ്ങാണം ബ്രേക്ക് പൊട്ടി താഴോട്ട് വന്നുള്ള അവസ്ഥയെ. ഗൈസ് ഒരുത്തൻ കാട്ടിലോട്ട് പോയിട്ടുണ്ടേ. മാറിക്ക്. അയ്യോ പൊന്നടാവേ, സമ്മതിക്കണം. ക്ലച്ചൊക്കെ മണക്കുന്നുണ്ടോ? ഒരു സാധനം കാണിച്ചേ. ഗൈസ് നിങ്ങളിത് കാണണം. പൊതുസ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തിനെ വൃത്തികേടാക്കുന്ന ഒരു ജന്തു. ഗൈസ് ഇവന്റെ അക്കൗണ്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, എല്ലാരും പോയി നോക്കണം. അയ്യോ അങ്കിള് പോയിട്ടുണ്ടല്ലേ. പയ്യൻ 2 കൈയും വിട്ടിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന വണ്ടി ഓടിക്കുന്നത്. അല്ലടാ ഡെഡിക്കേഷൻ അതാണ് കാണേണ്ടത്, പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല. ജീപ്പൊക്കെ മലയുടെ മണ്ടേ കയറ്റി വെച്ചേക്കുന്നുണ്ടോ? എങ്ങനെയാണത് കയറ്റിയത്? ബൈക്ക് എന്തി? ഓ ദാണ്ടാ കയറ്റുന്നുണ്ടോ ബൈക്ക്? എന്റെ പൊന്നോ, ജിൻസിന്റെ ബൈക്ക് കൂടെ എടുത്തിട്ട് വരായിരുന്നു. ഛേ, പിന്നെയും പയ്യൻ പബ്ലിക് സ്ഥലം മാലിന്യമാക്കുന്നു. രാവിലെ ബാത്റൂമിൽ പോയില്ലെന്ന് തോന്നുന്നു. പോന്ന വഴി നിക്കർ ഒരു കൈ പിടിക്കുന്ന കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടോ? നമ്മള് മല കയറി മണ്ടയിലെത്തി. ഈ നാറി എനിക്ക് പവർ ബാങ്ക് തന്നിട്ടില്ലെങ്കിൽ വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുന്നതായിരിക്കും. ചാർജ് ഇല്ല. അയ്യോ ഗൈസ്, ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ഇവൻ സമ്മതിക്കുന്നില്ല. ഗൈസ് നിങ്ങളത് കാണാതെ പോലും. ഓ എന്താണ് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിന്റെ ബാക്കി കാണിക്കാൻ ചാർജ് ഇല്ല. അവൻ പവർ ബാങ്ക് തന്നു കഴിഞ്ഞാൽ കാണിക്കാം. ഒരു ഫോണല്ല, 2 ഫോൺ, അത് 2 iPhone. റിച്ച് മാൻ.
ഗൈസ് കാശ് കൂടുതലായോണ്ട് പാന്റ് ഇടാൻ പോലും സമയം കിട്ടിയില്ല. നിക്കറിട്ടുണ്ട് ഒന്ന് റിച്ച് മാൻ. അതൊക്കെയാണ് ഒറ്റ മൈൻഡ്. പല്ലെങ്കിലും തേച്ചോടാ. കേറി കേറി മലയാളം മണ്ണേരത്തി ആ സാധനം കണ്ടേ. ഇതൊക്കെ കാണാതെ ചത്തുപോയി കഴിഞ്ഞാൽ ചത്തുപോയി. പക്ഷെ ഇതിന്റെ മണ്ടേ കയറിയിട്ട് ചത്തുപോയാല് ചത്തുപോയി. ലാലേട്ടനെ പോലോ നമ്മളങ്ങനെ ഒരു മണ്ട കയറി വന്നു. പക്ഷെ കയറി വന്നപ്പോ ഒടുക്കത്തെ മഴയോടെ മഴ. അയ്യോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മുടങ്ങും. ഗൈസ് കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു പട്ടിക്കുട്ടനുണ്ടായിരുന്നു വഴി കാട്ടിത്തരാൻ. പക്ഷെ ഇപ്പം പയ്യനെ കാണാനില്ല. എതുവഴി പോയെന്നറിയില്ല. പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിളിച്ചോ? ആര് വിളിച്ചു? ജിൻസ് വിളിച്ചു. ജിൻസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഒന്നുകൂടെ പറഞ്ഞോ. ഒരു ലിഫ്റ്റ് കിട്ടിയതാ. 3 മലിഞ്ഞ് കയറി. ജിൻസേ പിടിച്ചിരുന്നാണ് കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ അതെ. അമ്മ ഫോണം കാണാൻ പോയാൽ തീർന്ന്. തല്ലല്ലേ ഊരി എടുക്കുമ്പോ അതിന്റെ താങ്ക് യു ചേട്ടാ. ആ ചേട്ടനാണ് നമ്മളെ ലിഫ്റ്റ് കൊണ്ടുവിട്ട്. കൊള്ളായിരുന്നു പരിപാടി. ആ ഗൈസ് നമ്മളങ്ങനെ വരാറ്റുമേട് കയറി. വരാറ്റുമേടെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അടുത്ത സ്പോട്ട് ഏതാണ് ചേട്ടാ? കുട്ടിക്കാനോ? പുള്ളിക്കാനോ? നിങ്ങൾ ആ വ്യൂ കണ്ടോ? ഇതൊക്കെ കാണണം. വീട്ടിൽ ഇരുന്നാ പോരാ. എന്താണ് ഇവൻ പറയുന്നത്? നമ്മളങ്ങനെ പുള്ളിക്കാനം പുള്ളിക്കാനം ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കോടമഞ്ഞി ഓഹോ താഴ്വരെ ഓഹോ ഓ കോണ കോണ കോണ. ചെക്ക നമ്മളെ ഓവർടേക്ക് ചെയ്യും. കാരണം പിടിക്കാവനെ പിടിക്കാവനെ. കമോൺ കമോൺ. ഓ അയ്യോ അയ്യോ. സ്വർഗത്തിലോ ഈ പറന്നു പോകുന്നുണ്ടോ? അമ്പോ വിഷയം കോട പറന്നു പോകുന്നുണ്ടോ? അങ്ങോട്ടൊക്കെ ഒരു തേങ്ങയും കാണത്തില്ല. ദേവി അവിടെ നിന്നിട്ട് പോലും കാണത്തില്ല. ഒരു പ്രേത വീട്. ഗോഡ് അതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ? എൻ്റെ മോനെ അടിപൊളി സാധനം. ഫ്രണ്ടിലോട്ടൊന്നും ഒന്നും കാണത്തു പോലും ഇല്ലേ ഈ സാധനം കണ്ടത്. എന്ത് പള്ളിയോ? എനിക്ക് തോന്നുന്നു പഴയ ബംഗ്ലാവ് ആയിരിക്കും. ബംഗ്ലാവ്. ഗൈസ് വാഗമണിലെ ഹസ്കി 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 ഹസ്കി. മോനെ എന്ത് മഞ്ഞത്. ഗൈസ് വണ്ടി കണ്ടു കിട്ടി. അവിടെ നിന്നൊരു ലൈറ്റ് അല്ലേ വരുന്നത്. ഓ അടിപൊളി ക്ലൈമറ്റാണ്. ആരേലും വരാൻ നിൽക്കുന്നുണ്ടെ ഓടിപ്പോര്. അറിയല്ലേ കൊല്ലില്ല. കാണത്തില്ലല്ലേ. പ്രണയനില നമ്മളങ്ങനെ കുട്ടിക്കാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനെ വിഷയം തണുപ്പിട്ട് വയ്യ.
ഇതൊക്കെ ആരെങ്കിലും ഇട്ട് കത്തിക്കുന്നതാണോ അതോ പുകയാണോ? കോടയല്ലേ? ആറപ്പുറം ഈ കോണടിച്ചേ സമ്മതിക്കത്തില്ലേ? കോടയാണ് എങ്ങോട്ട് നോക്കിയാലും കോട. അതൊരു പുതിയ തരം. നമ്മള് കുട്ടിക്കാനം എത്തി. അന്നേരം ഈ കുട്ടിഭൂതത്തിന് വീട്ടിൽ പോകാൻ വയ്യ. അവര് തിരിച്ചു പോയി 18 കിലോമീറ്റർ ചായ കുടിക്കണം. ചില്ലറ സോക്കേടല്ല ഇരിക്കുന്ന കണ്ടില്ലേ? എന്റെ എസ്റ്റേറ്റിൽ പോയാൽ ഞാൻ കുടിക്കത്തുള്ളൂ. അവന്റെ എസ്റ്റേറ്റ്. ജിൻജൻ നിനക്ക് ഇതിനെ പറ്റി എന്ത് പറയാനുള്ളത്? ആണേ ചില്ലറ. അതെ, അങ്ങോട്ട് തിരിച്ചു പോയിട്ട് കുടിക്കണം എന്നുള്ളതാ. അതും വീട്ടിൽ പോകുന്ന വഴിയൊന്നും അവന് ചായക്കട ഇല്ല. അവന്റെ എസ്റ്റേറ്റ്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നില്ല, അതിന് പകരം വേറെ ഏതോ സ്പോട്ട്. ഈ കുട്ടിഭൂതം പറഞ്ഞിട്ട് വേറെ ഏതോ സ്പോട്ട്. നമ്മൾ ചാർലിക്കുളം എത്തിയിരിക്കുന്നു. മാറാൻ പറ്റത്തില്ല, സോറി. താഴ്ചയില്ല. അയ്യേ, NCC നേവിയിൽ ഉണ്ടായിരുന്നിട്ട് എന്തുവെച്ചാൽ POCയോ ലീഡിങ് ക്യാരക്ടർ? ഒരു കാര്യവുമില്ല, പ്രസക്തി ഇല്ലാത്ത കാര്യം മാത്രമാണ്. ഓ, നീ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ ചെവിയില്ലായിരിക്കും. അതെ, എന്താ പറഞ്ഞേ? അതെ, എടാ ഒന്ന് നടന്നു പോയിക്കാളാ ജിൻസേ. എടാ അവിടെ വരെ പോടാ. നോക്കിക്കോളാം, നീ ആദ്യം പോയി നോക്ക്. അങ്ങനെ ചാർലിക്കുളം എക്സ്പ്ലോർ ചെയ്യുകയാണ്. മരത്തിന്റെ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ടോ? സംഭവം കൊള്ളാല്ലേ, രസമുണ്ട്. പൈസ മുടക്കി. ഇതാണ് ചാർലിക്കുളം. ചാർലി മൂവിയിലെ ചാർലിക്കുളം. പക്ഷെ അതെല്ലാം കാണിക്കുന്ന മൂന്നാറില്ലടാ, വട്ടവട മൂന്നാറ്. മൈൻഡില്ല. ജെറോന്റെ ഫോട്ടോ എടുക്കാൻ പ്ലക്കി. ഫോട്ടോ വെള്ളത്തില്ല, ജെറോന്റെ വെള്ളത്തിൽ മുക്കുന്ന പറഞ്ഞേ. ഒരു ചവിട്ട് കൊടുത്താൽ ഇന്നത്തെ ഇറക്ക്. അങ്ങനെ 10,000 രൂപ പെട്രോളും കളഞ്ഞിട്ട് ഈ ചായക്കട വന്നിരിക്കുന്നു. ജസ്റ്റ് ഒരു ചായ കുടിക്കായിരുന്നു. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴി ഒരു KSRTC വണ്ടി കാണും, ആനവണ്ടി. ആ വ്യൂ കൊള്ളാം അല്ലേടാ? ഏതെങ്കിലുമൊക്കെ